നമസ്കാരം. ഒന്നുമില്ല, നിങ്ങൾക്കറിയാം, നമ്മുടെ കോഴിക്കോട് റൂറലിൽ 2 കൺട്രോൾ റൂമാണ് ഉള്ളത്. ഒന്ന് നാദാപുരം, പിന്നെ വടകര. അപ്പോൾ ഞങ്ങൾക്ക് പുതിയതായിട്ട് വാഹനങ്ങൾ 10 വന്നിട്ടുണ്ട്. ഇനി പുറകെ നമുക്കിനിയും 10 വാഹനങ്ങൾ കൂടി വരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ കോഴിക്കോട്, വടകര, നാദാപുരം നഗരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ശ്രദ്ധ പലയിടങ്ങളിലും എത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വടകര കൺട്രോളിലുള്ള വാഹനങ്ങൾ, പുതിയതായി കിട്ടിയ വാഹനങ്ങൾ ഒന്നുകൂടി റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇപ്പോൾ വളയം, അതേപോലെ തിരുവള്ളൂർ, പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്, ഇവിടെയൊക്കെ തന്നെ പോലീസിന് ശ്രദ്ധ ആവശ്യമുള്ള മേഖല, ടൗൺഷിപ്പ് ആയിക്കോട്ടെ, ആയഞ്ചേരി, അങ്ങനെയുള്ള പല സ്ഥലങ്ങളും വികസിച്ചുകൊണ്ടിരിക്കുക. അതനുസരിച്ച് നമ്മൾ ബേസ് സ്റ്റേഷൻ മാറ്റിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഈ വാഹനങ്ങളിൽ വിന്യസിച്ചുകൊണ്ട് പുതിയ തരത്തിലുള്ള ഡിജിറ്റലായിട്ടുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് പോലീസിൻ്റെ സുരക്ഷിതത്വം പബ്ലിക്കിന് കൂടുതലൊരു സർവീസ് ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് റൂറലിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ചെറിയൊരു സംരംഭമാണ് ഇന്ന് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഡിജിറ്റലി സംവിധാനമുണ്ട്. കാരണം ഇവരുടെ മാപ്പിംഗ് ഉണ്ട്, ഗൂഗിൾ വഴി നമുക്ക് ഇവരുടെ ലൊക്കേഷൻ അറിയാൻ കഴിയും, അങ്ങനെയുള്ള സംഗതികളുണ്ട്. പിന്നെ ഒരു ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഇവൻറ്റ് ഇവരുടെ മൊബൈലിലേക്ക്, വണ്ടിയിലേക്ക് കൊടുക്കും. അത് എത്ര സമയം കൊണ്ട് ഇവർ അറ്റൻഡ് ചെയ്തു, തിരിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സമയങ്ങൾ, അങ്ങനെയുള്ള സംഗതികളുണ്ട്. നിലവിൽ എത്ര വാഹനമുണ്ട്? ഇപ്പം ഞങ്ങൾക്ക് 15 വാഹനങ്ങളുണ്ട്. നേരത്തെ 20ഓളം വാഹനം ഓഫ് റോഡായി പോയതാണ്. ഓഫ് റോഡായപ്പോൾ പുതിയ വാഹനങ്ങൾ അനുവദിച്ചു കിട്ടും. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളിലെ വടകര, നാദാപുരമാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആവശ്യമനുസരിച്ചിട്ട് അവരുടെ മൊത്തം സ്റ്റേഷൻ 21 സ്റ്റേഷനുണ്ട്. അതെ.